ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്ക എന്ന ചിത്രം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ നമ്മൾ വിശ്വസിക്കുന്നു ഫാൻസൊക്കെ അല്ലേ കാണുന്നത്, അവരുടെ മകയിൽ നിന്ന് വരുന്നത് ഒരേപോലെയുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ രണ്ടാം ഷോ കഴിഞ്ഞ് വരുമ്പോൾ പ്രമുഖ ട്രാക്കേഴ്സ് പറയുമ്പോൾ, പ്രമുഖ ആയ യൂട്യൂബ് റിവ്യൂവേഴ്സ് പറയുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്, ഇത് മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണ്, മമ്മൂട്ടിയുടെ പീക്ക് ലെവൽ അഴിഞ്ഞാട്ടം എന്ന് തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇത് മമ്മൂട്ടിയുടെ മാത്രം പീക്ക് ലെവൽ അഴിഞ്ഞാട്ടമല്ല, ഒരു സംവിധായകൻ 6-7 വർഷം എടുത്ത് അയാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ അതിനകത്തിലുണ്ടാകുന്ന പീക്ക് ലെവൽ എന്ന് തന്നെ പറയാം. ഒരു മെച്വേർഡ് ആയിട്ടുള്ള ഡയറക്ടറിനെ നമുക്കിവിടെ ലഭിക്കുകയാണ്. അതെ, ഡീൻ ഡെനു ഡെന്നീസ്. എല്ലാത്തിലും ഉപരി മമ്മൂട്ടിക്ക് മുകളിൽ ഞാൻ സല്യൂട്ട് അടിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. കാരണം ഒരു മോഹത്തിന് വേണ്ടി ഒരുപാട് വർഷങ്ങൾ പിന്നാലെ നടക്കുന്നു, അവിടെ ഡിലേ വരുന്നു, സിനിമ പെട്ടിയിലിരിക്കുന്നു, പിന്നെ ഇറങ്ങാൻ സമയമെടുക്കുന്നു, 2 വർഷത്തോളം കഴിഞ്ഞ് പിന്നെ ഇറക്കുമ്പോൾ ഇന്നും ആ ഫ്രഷ്നസ്സിനോട് വരികയാണെങ്കിൽ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സെന്ത്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ത്, എന്താണ് അദ്ദേഹം ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിച്ചത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് 100% ആയിട്ട് വന്നിരിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആരാധകരും എതിരാളികളും എല്ലാം ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്നുണ്ട്, ഇത് അഴിഞ്ഞാട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇമാതിരി സിനിമ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം മമ്മൂക്കയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു നടനും ചെയ്യാൻ കഴിയില്ല എന്ന് എഴുതി ഒപ്പിടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്കിവിടെ 100-200 കോടിയൊക്കെ നമുക്ക് ആർക്ക് വേണേലും ഉണ്ടാക്കാവുന്ന ഒരു അവസരത്തിലേക്ക് വരുമ്പോൾ അഭിനയിച്ച് എത്തിക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന ഒരു ലെവൽ അല്ല എന്നുള്ളത് മമ്മൂക്ക പ്രൂവ് ചെയ്ത് തരികയാണ്. മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ബസൂക്കയ്ക്ക് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു. സിനിമയുടെ ഇൻസൈഡിൽ നിന്ന് ജെനുവിനായി കിട്ടിയ റിപ്പോർട്ടുകൾ പുറത്ത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് മാത്രം. അതിനകത്തിൽ സിനിമ അങ്ങനെ ഒരു തൂക്കും എന്നുള്ളത്, കാരണം അത്ര തന്നെ. പിന്നെ എല്ലാം പ്രേക്ഷകൻ്റെ കയ്യിലാണ്. എത്ര നല്ല സിനിമയാണേലും ചിലർക്കത് അല്ലെങ്കിൽ ഭൂരിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ആ ഒരു കടമ്പയും കടന്ന് സിനിമ ഒരു ക്വാളിറ്റി വൈസ് ഗംഭീരം എന്ന് തന്നെ പറയാവുന്ന ലെവലിലേക്ക് ആണ് എത്തിയിരിക്കുന്നത്. ബസൂക്ക ഗംഭീരമല്ല, അതിഗംഭീരം എന്ന് തന്നെയാണ്. അതിനകത്തിലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു. ഫസ്റ്റ് ഹാഫ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ആ പറഞ്ഞതിൻ്റെ മുകളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. മികച്ച രീതിയിൽ തന്നെയാണ്, എങ്ങും ഒരു ബോറടിയോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. മമ്മൂക്കയുടെ ഇൻട്രോ പോലും വളരെ സിമ്പിളായിട്ട് വന്നു, പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഇൻട്രോ എന്ന് തന്നെ പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങളും BGM ആണെങ്കിലും അതിനകത്തിൽ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം മികച്ച ലെവലിലുള്ള ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഒരു അമ്മാതിരി പെർഫോമൻസ് ആണ് അവരുടെ കാണാനുള്ളത്. ഇനി സെക്കൻഡ് ഹാഫിൽ നമ്മൾ നേരത്തെ ഒരു സൂചന ഇട്ടുന്ന പോലെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഇച്ചിരി ബോറിംഗ് എന്നല്ല, അത് ചിലർക്ക് ബോറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്ലോനെസ് അവിടെ ഫീൽ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം അവിടെ നിന്ന് അങ്ങ് ആളിക്കത്തുക. ഇത് മിക്കവാറും മമ്മൂട്ടി സിനിമകളിൽ നല്ല സിനിമകൾക്ക് കാണുന്ന അതേ പാറ്റേൺ തന്നെയാണ്. പലപ്പോഴും മമ്മൂട്ടിയുടെ നല്ല സിനിമകൾ വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്, സെക്കൻഡ് ഹാഫിൽ ചെറിയ ഒരു പതുങ്ങലുണ്ടാകും, അത് കഴിഞ്ഞ് ഒരു 10-12 മിനിറ്റ് ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് ആളിക്കത്തിക്കുന്ന സംഭവം തന്നെയാണ്. ഇത് അതിൻ്റെയും മുകളിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെ ഒരു 100 വട്ടം എടുത്ത് പറഞ്ഞാലും എത്രത്തോളം പറഞ്ഞാലും നമുക്ക് തീരില്ല. ഇത് അമ്മാതിരി കൊടൂരമായിട്ടുള്ള പെർഫോമൻസ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്തിൽ പലരും ഹേറ്റേഴ്സ് വന്ന് കമൻസിലൂടെ പറയുന്നുണ്ടായിരുന്നു ഫാഷൻ ഷോ എന്ന്. സിനിമ കാണാൻ അറിയില്ലാത്തവന്മാർക്ക് അത് ഫാഷൻ ഷോയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് തോന്നാം. ചില പൊളിയാറായ സാധനങ്ങൾ കണ്ടിട്ട് നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. അതേപോലെയുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പലപ്പോഴും തോന്നും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം, ജെനുവിനായിട്ട് നിങ്ങൾ മമ്മൂട്ടി എതിരാളി അല്ലാതെയോ അല്ലെങ്കിൽ മമ്മൂട്ടി എന്നൊരു വ്യക്തിയെ കാണാതെ നിങ്ങൾ ഈ സിനിമയൊന്ന് കണ്ടാൽ, എതിരാളികളോടാണ് പറയുന്നത്, തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറയും ഇത് ഗംഭീരമാണ് എന്നുള്ളത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. കാരണം ആ മനസ്സിലെ വിരക്തി അല്ലെങ്കിൽ വെറുപ്പ് ആണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. കാരണം ഒരു സാധാരണ ഒരു നടനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അയാൾ അമ്മാതിരി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ് എടുക്കാനായിട്ടുണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട്. അയാളുടെ റേഞ്ചിലേക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ യൂത്തിലും ഇല്ല, സീനിയറിലും ഒരാളില്ല എന്നുള്ളത് ഈ ഒരു സിനിമ കൂടി വീണ്ടും തെളിയിച്ചു തരികയാണ്. പ്രമയോഗം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതേപോലെ വേറെ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. വേണമെങ്കിൽ ആരെങ്കിലും തലയൊക്കെ വെട്ടി ഒട്ടിച്ച് പറയാം പ്രമേഹം ഇന്ന ആൾക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കമലഹാസൻ്റെ ഫേസ് വെച്ച് വന്നേക്കുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞാണ്, അദ്ദേഹം ചെയ്യില്ല എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇവിടെ ബസൂക്ക ആ റേഞ്ചിലേക്ക് തന്നെയാണ് പോകുന്നത്. ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെ വന്നിരിക്കുന്നു. ഒരുപാട് ഡീഗ്രേഡ് ചെയ്യാനുള്ള കുറേ പേരൊക്കെ വന്നിട്ട് അവർ നിങ്ങൾ തലകുത്തി മറിഞ്ഞ് ഡീഗ്രേഡ് ചെയ്തു, പക്ഷേ ഇത് ക്വാളിറ്റി സിനിമയാണ് എന്നുള്ളത് എല്ലാവരും വിധി എഴുതിയിരിക്കുന്നു. ഇന്ന് ഈവനിങ് ഒക്കെ അമ്മാതിരി തിരക്ക് തന്നെയാണ്. അതായത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം അത് തന്നെയാണ്.
നല്ല ഗംഭീരനായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇതിനകത്ത് മമ്മൂട്ടി, ഗൗതം വാസുദേവ മേനോൻ എടുത്തു പറയേണ്ടതാണ്. ഹക്കീം ഒരു ഗംഭീര പ്രകടനമായിട്ട് നിൽക്കുന്നു. അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമ ആയിട്ട് തന്നെ പോവുകയാണ്. അതായത് മാറ്റിനി കഴിയുമ്പോഴും സിനിമയ്ക്ക് അതേ റേഞ്ചിലേക്ക് വരുന്നു. സാധാരണ നമുക്ക് സിനിമകൾ ഇറങ്ങി ആദ്യ ഷോ കഴിയുമ്പോൾ ഒരു റിവ്യൂവും അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നമ്മളിപ്പോൾ പറയാം ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനിടയിൽ കുറേ ആൾക്കാർ വന്നിട്ട് ആവറേജ് അങ്ങനെ പറയും. ഇവിടെ അങ്ങനെയല്ല. ഇത് എബോവ് ആവറേജ് ടോപ്പ് എന്നുള്ള ലെവലിൽ തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. അതുമാത്രമല്ല പോസിറ്റീവ് എന്നുള്ള റെസ്പോൺസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തു പറയാം, മമ്മൂട്ടി സിനിമകൾക്ക് എത്രത്തോളം പോസിറ്റീവ് വന്നാലും ബാക്കി വരുന്ന അല്ലെങ്കിൽ മോഹൻലാൽ സിനിമ പോലെയൊന്നും എത്തില്ല എന്ന് നമുക്കറിയാം. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ. വേറെ അതിനകത്തിൽ ആരും വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന സപ്പോർട്ട് അത്രത്തോളമാണ്. ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ജനങ്ങൾ അതിന് സപ്പോർട്ട് നൽകി. അതേ സ്ഥാനത്ത് മമ്മൂട്ടിയാണെങ്കിൽ ആ സിനിമയ്ക്ക് അത്രയും കിട്ടില്ല എന്ന് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ബസൂക്ക എന്ന സിനിമ തീർച്ചയായും ഇപ്പോൾ ഇറങ്ങിയതും അത് അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മാതിരി തന്നെയാണ്. ഇതേപോലെ റേഞ്ചുള്ള ഒരു സിനിമ വന്നിട്ടില്ല എന്നോ ചെറിയ നെഗറ്റീവ് സിനിമയ്ക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ചെറിയ നെഗറ്റീവ്സ് ഒന്നും ഇങ്ങനെ ഒരു സംഭവത്തിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആകെ എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഒരു 12-13 മിനിറ്റിലുള്ള ചെറിയ ഒരു ഫീൽ ഡൗൺ അത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടുള്ള പീക്ക് കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യാം. എന്താണ് കാത്തിരിക്കുന്നു നിങ്ങളുടെ കൂടുതൽ കമൻസുകൾക്ക്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയ.